ഫ്രണ്ട്സ്, അപ്പോൾ ISROയിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി റിലീസായിട്ടുണ്ട്. ഫയർമാൻ ഉൾപ്പെടെ നിരവധി തസ്തികയിലേക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല. 27 ജനുവരി മറ്റന്നാൾ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുമെന്ന് കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനാണ് റീഡ് ചെയ്യാൻ പോകുന്നത്. 10ാം ക്ലാസ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റൊക്കെ വരുന്നുണ്ട്. മറ്റു ക്വാളിഫിക്കേഷൻ, ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് പോസ്റ്റും കാര്യങ്ങളാണ് വരുന്നത്. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കണ്ടോളൂ. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പുതിയ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ. 3 വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ME, MTech, MSc എഞ്ചിനീയറിംഗ് ഏതെങ്കിലും ഒരു സ്ട്രീം പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് വേണം. 18 മുതൽ 30 ഏജ് ലിമിറ്റ്. അടുത്ത പോസ്റ്റും സെയിം തന്നെയാണ്, സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ. പോസ്റ്റ് കോഡ് വ്യത്യാസം വരുന്നുണ്ട്. 2 വേക്കൻസി റിലീസായിട്ടുണ്ട്. MSc പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. 65% അഗ്രിഗേറ്റ് മാർക്ക് വേണം. 18 മുതൽ 28 ഏജ് ലിമിറ്റ്. നെക്സ്റ്റ് പോസ്റ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഇതിലേക്ക് 55 വേക്കൻസി മൊത്തം വന്നിട്ടുണ്ട്. 55 വേക്കൻസി ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണ് പോസ്റ്റ്. 6 വേക്കൻസി ഉണ്ട്. ഫസ്റ്റ് ക്ലാസ് ഗ്രാജുവേറ്റ് ഇൻ BSc പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. ഈ 2 പോസ്റ്റിലേക്കും 18 മുതൽ 35 ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ ലൈബ്രറി അസിസ്റ്റൻറ്റ് പോസ്റ്റ് വരുന്നുണ്ട്. 1 വേക്കൻസി ഉള്ളൂ. അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഗ്രാജുവേഷൻ വേണം. അതിൻ്റെ കൂടെ ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് തുടങ്ങിയ ഏതെങ്കിലും ഒരു മാസ്റ്റർ ഡിഗ്രിയും ആവശ്യമാണ്. 18 മുതൽ 35 ഏജ് ലിമിറ്റ്. പിന്നെ ടെക്നീഷ്യൻ B പോസ്റ്റാണ്. 142 വേക്കൻസി ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും വേക്കൻസി ടെക്നീഷ്യൻ B പോസ്റ്റിലേക്കാണ്. ഇതിലേക്ക് SSLC പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. പ്ലസ് ITI അല്ലെങ്കിൽ NTC അതല്ലെങ്കിൽ NAC സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. 10ാം ക്ലാസ്സിൻ്റെ കൂടെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാം. 18 മുതൽ 35 ഏജ് ലിമിറ്റ്. പിന്നെ ഫയർമാൻ ആണ്. 3 വേക്കൻസി വന്നിട്ടുണ്ട്. ഫയർമാനിലേക്ക് 3 വേക്കൻസി. 10ാം ക്ലാസ് പാസ്സായവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റു ക്വാളിഫിക്കേഷൻ വേണ്ട. 18 മുതൽ 25 ഏജ് ലിമിറ്റ്. കുക്കിലേക്ക് 4 വേക്കൻസി വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് പാസ് വിത്ത് 5 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. ഹോട്ടൽ ഓർ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്ത 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. പിന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ പോസ്റ്റാണ്. 6 വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് വിത്ത് 3 വർഷത്തെ എക്സ്പീരിയൻസ്, ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എക്സ്പീരിയൻസ് നിർബന്ധമാണ്. അപ്പോൾ 10ാം ക്ലാസ്സും ലൈസൻസുമാണ് ഇതിൻ്റെ യോഗ്യത. അടുത്ത പോസ്റ്റ് ഹെവി വെഹിക്കിൾ ഡ്രൈവറാണ്. ഇതിലേക്ക് 2 വേക്കൻസി ഉണ്ട്. 10ാം ക്ലാസ് വിത്ത് 5 ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് ഡ്രൈവിങ്ങിൻ്റെ. അതായത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ലൈസൻസ് വേണമെന്നാണ് പ്രത്യേകത. 18 മുതൽ 35 ഈ പറയുന്ന എല്ലാ തസ്തികയിലേക്കുള്ള ഏജ് ലിമിറ്റ്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയറും മറ്റു കാര്യങ്ങളും അറിയണമെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ തുടങ്ങണം. അപ്പോൾ ആപ്ലിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുക. 27-ാം തീയതിയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാനാണ് കിട്ടിയ വിവരം. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വീഡിയോ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സ്, നമുക്ക് പുതിയൊരു ഇടമായിട്ട് കാണാം. ബൈ.